ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയേഴ്സ് വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഡിസ്കവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഡിസ്കവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫയേഴ്സിന്റെ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ തന്നെ വിസിറ്റ് ഡിസ്കവർ എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് പ്രോബബിൾ ട്രെൻഡാണ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബുള്ളിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ താഴേക്ക് വരാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എന്ന് കാണാം. അത് നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏഷ്യൻ മാർക്കറ്റ്, അമേരിക്കൻ മാർക്കറ്റ്, ഓസ്ട്രേലിയൻ മാർക്കറ്റ്, യൂറോപ്പ് മാർക്കറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നോക്കി നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ തൊട്ട് താഴെ ഇന്ത്യൻ മാർക്കറ്റാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻഡെക്സുകളുടെ ട്രെൻഡ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ഫിൻ നിഫ്റ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ചെക്ക് ചെയ്യാം ലൈവ് മാർക്കറ്റിൽ തന്നെ. പിന്നെ തൊട്ട് താഴെ നമുക്ക് റിലേറ്റഡ് ന്യൂസ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലേറ്റസ്റ്റ് വരുന്ന ന്യൂസുകൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സ് റിലേറ്റ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റ് ആയി വരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രാഡേ, സ്വിംഗ്, ലോങ് ടൈം കാണാൻ സാധിക്കും. അപ്പോൾ ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രാഡേയിൽ യൂസ് ചെയ്യുന്ന പാറ്റേൺസ് ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഇൻട്രാഡേയിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, ക്യാൻഡിൽ സ്റ്റിക്ക്, പ്രൈസ് വോളിയം, ടെക്നിക്കൽ ഉണ്ട്. ഇത് നമുക്ക് ഓപ്ഷൻസിൽ സെലക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡെക്സ് വേണമെങ്കിൽ ഇൻഡെക്സ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഇൻഡെക്സ് രണ്ടും കൂടി വേണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് സ്റ്റോക്സ് മാത്രം മതിയെങ്കിൽ ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇപ്പോൾ ലോങ് ബിൽഡപ്പ് നടക്കുന്നത് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലോങ് അൺവൈൻഡിങ്, മോസ്റ്റ് ആക്റ്റീവ് കോൺട്രാക്റ്റ് ഏതൊക്കെയാണ്, അതുപോലെ മോസ്റ്റ് ആക്റ്റീവ് കോൺട്രാക്റ്റ് കോൾ ഏതാണ്, മോസ്റ്റ് ആക്റ്റീവ് കോൺട്രാക്റ്റ് പുട്ട് ഏതാണ്, മോസ്റ്റ് ആക്റ്റീവ് വാല്യൂ ഉള്ള ഓപ്ഷൻ ഏതാണ്, അതുപോലെ ഒ എ ഗെയിനർ കിട്ടും, ഒ എ ഗെയിനർ കോൾ ഓപ്ഷൻ്റെ കിട്ടും, ഒ എ ഗെയിനർ പുട്ട് ഓപ്ഷൻ്റെ കിട്ടുന്നതാണ്, ഒ എ ലൂസേഴ്സ് കിട്ടും, ഒ എ ലൂസേഴ്സ് കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ പ്രൈസ് ഗെയിനേഴ്സ് കിട്ടും, പ്രൈസ് ലൂസേഴ്സ് കിട്ടും, ഷോർട്ട് ബിൽഡപ്പ്, ഷോർട്ട് കവറിങ്, അങ്ങനെ എല്ലാവരും ഓപ്ഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും നമുക്ക് സ്റ്റോക്സിൻ്റെ ആയാലും ഇൻഡെക്സിൻ്റെ ആയാലും ഇതുപോലെ കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്ത് നോക്കുന്നത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബുള്ളിഷ്, ബെയറിഷ്, ന്യൂട്രൽ കാണാൻ സാധിക്കും. അപ്പോൾ ബെയറിഷിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ലൂസർ കാണാം, അതുപോലെ ഷോർട്ട് ബിൽഡപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബുള്ളിഷ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ബുള്ളിഷ് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നതാണ്. ഇനി ന്യൂട്രലാണെങ്കിൽ ന്യൂട്രൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ന്യൂട്രലായിട്ടുള്ള സ്റ്റോക്സിലൂടെ കാണിക്കുന്നതാണ്. ഇനി അടുത്തത് ക്യാൻഡിൽ സ്റ്റിക്സ് ആണ്. അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് ഫോം ചെയ്തിട്ടുള്ള സ്റ്റോക്സുകൾ ഇൻട്രാഡേയിൽ. ഇപ്പോൾ ഇവിടെ ബുള്ളിഷ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബെയറിഷ് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബെയറിഷിൽ നിൽക്കുന്ന പാറ്റേൺസ് ഉള്ള സ്റ്റോക്സുകൾ കാണിക്കുന്നതാണ്. ഹാങ്ങിങ് മാൻ, ഷൂട്ടിംഗ് സ്റ്റാർസ്, അതൊക്കെ ബെയറിഷിലുള്ള പാറ്റേൺസ് ഫോം ചെയ്തതാണ്. പിന്നെ താഴെ നോക്കുമ്പോൾ പ്രൈസ് ആൻഡ് വോളിയാണ്. അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബുള്ളിഷും ബെയറിഷും ന്യൂട്രൽ ഉണ്ട്. അപ്പോൾ ബുള്ളിഷ് ബെയറിഷിലൊന്നും കാണുന്നില്ല. ബുള്ളിഷിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബുള്ളിഷിൽ ഹൈ വോളിയം, ഹൈ ഗെയിൻ ഉള്ള സ്റ്റോക്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ന്യൂട്രലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ ട്രെൻഡിലുള്ള സ്റ്റോക്സുകൾ കാണാൻ സാധിക്കും. ഇനി ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ 52 വീക്സ് ഹൈ. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റോക്സുകളാണ് ഇപ്പോൾ പുതിയ 52 വീക്സ് ഹൈ എടുത്തുന്നത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരം സ്റ്റോക്സുകളാണ് ഇപ്പോൾ 52 വീക്സ് ഹൈ എടുത്തിരിക്കുന്നത്. പിന്നെ റൈസിൻ ഡെലിവറി, അതായത് ഡെലിവറി കയറി വരുന്ന സ്റ്റോക്സിലൂടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ വ്യൂ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ സ്റ്റോക്ക് മേക്കിംഗ് ന്യൂ ഹൈ. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇപ്പോൾ പുതിയ ഹൈ എടുത്തുകൊണ്ടിരിക്കുന്നത് അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ സ്റ്റോക്ക് ട്രേഡിംഗ് നിയർ ഹൈ. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹൈക്ക് തൊട്ടടുത്ത് ട്രേഡ് നടത്തുന്നത്, അതായത് 5% അടുത്ത് ട്രേഡ് നടക്കുന്നത്, ആ സ്റ്റോക്സിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഹൈക്ക് മുകളിൽ നമുക്ക് ബ്രേക്കൗട്ട് നോക്കാവുന്നതാണ്. പിന്നെ ടോപ്പ് ഗെയിനേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും. അതുപോലെ വോളിയം ഷോക്കേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും ബുള്ളിഷ് ട്രെൻഡിൽ. ഇതുപോലെ തന്നെ നമുക്ക് ബെയറിഷും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബെയറിഷിൽ ഹൈ വോളിയം, ടോപ്പ് ലൂസേഴ്സ്, അതായത് നല്ല വോളിയത്തിൽ താഴേക്ക് പോകുന്ന സ്റ്റോക്സുകൾ, അതുപോലെ ലോ ഡെലിവറി ഉള്ള സ്റ്റോക്സുകൾ, 52 വീക്ക് ലോ സ്റ്റോക്സുകൾ, അതുപോലെ സ്റ്റോക്ക് മേക്കിംഗ് ന്യൂ ലോസ്, അതായത് പുതിയ ലോ എടുത്ത് പോകുന്ന സ്റ്റോക്സുകളും കൂടെ കാണാൻ സാധിക്കും. സ്റ്റോക്ക് ട്രേഡിംഗ് നിയർ ലോ. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇപ്പോൾ ലോയ്ക്ക് തൊട്ട് മുകളിലായിട്ട് ട്രേഡ് ചെയ്യുന്നത് ആ സ്റ്റോക്സുകളും കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകൾ വീക്ക്ലി ലോയ്ക്ക് തൊട്ട് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്സുകളൊക്കെ മന്ത്ലി ലോയ്ക്ക് തൊട്ട് മുകളിൽ ട്രേഡ് ചെയ്യുന്നതാണ്. ടോപ്പ് ലൂസേഴ്സ്, അതുപോലെ തന്നെ വോളിയം ഷോക്കേഴ്സ്.
അതായത് ബെയറിഷിൽ വോളിയം ഷോക്കേഴ്സ് സ്റ്റോക്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത് ടെക്നിക്കലാണ്. അപ്പോൾ ടെക്നിക്കൽ നോക്കുമ്പോൾ മൂവിങ് ആവറേജിൻ്റെ ആണ് 5 ഡേ SMA, 5 ഡേ EMA, 10 ഡേ EMA വരുന്ന സ്റ്റോക്കുകൾ, SMA വരുന്ന സ്റ്റോക്സുകൾ, 12th ഡേ EMA സ്റ്റോക്സുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇൻട്രാഡേയിൽ കാണുന്നത്. ഇനി നമുക്ക് സ്വിങ്ങിലേക്ക് പോവാം. നമുക്ക് സ്വിങ് സെലക്ട് ചെയ്യാം. അപ്പോൾ സ്വിങ്ങിൽ നമുക്കും ഇതുപോലെ തന്നെ ഫ്യൂച്ചറുണ്ട്, ക്യാൻഡിൽസ്റ്റിക്സ്, പ്രൈസ് വോളിയം ഉണ്ട്. ക്യാൻഡിൽസ്റ്റിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ബെയറിഷിലൊന്നുമില്ല, ബുള്ളിഷിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ബുള്ളിഷിലൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് പ്രൈസ് ആൻഡ് വോളിയം നോക്കാം. അപ്പോൾ സ്റ്റോക്ക് മേക്കിംഗ് ന്യൂ ഹൈ. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളൊക്കെ പുതിയ ഹൈ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ വോളിയം ഷോക്കേഴ്സ് ഉണ്ട്, ടോപ്പ് ഗെയിനേഴ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു സ്കാനർ യൂസ് ചെയ്യുന്നത്. ഹയസ്റ്റ് റിക്കവറി ഫ്രം ലോ. അപ്പോൾ താഴെ നിന്ന് നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് തരുന്ന സ്റ്റോക്സുകളാണ് ഇതൊക്കെ. ഹയസ്റ്റ് റിക്കവറി ഫ്രം ഇയർലി ലോ, ഇത് ഹയസ്റ്റ് റിക്കവറി ഫ്രം വീക്ക്ലി ലോ. 2 ഓപ്ഷൻ ഉണ്ട് നമുക്കവിടുന്ന്. പിന്നെ റൈസിങ് ഡെലിവറി ഉണ്ട്. പിന്നെ സ്റ്റോക്ക് ട്രേഡിങ് നിയർ ഹൈ. അപ്പോൾ ഈ ക്വാർട്ടർ ഹൈക്ക് തൊട്ട് താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സുകളാണ്. അപ്പോൾ അതായത് നമ്മൾ അത്തരം സ്റ്റോക്സുകൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇത് 6 മന്ത് ഹൈക്ക് തൊട്ട് താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സുകളാണ്. അപ്പോൾ സ്വിങ്ങിലൊക്കെ നമ്മൾ 6 മന്ത്സ് അതുപോലെ 3 മന്ത്സിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ടൊക്കെയാണ് നോക്കാറ്. പിന്നെ 52 വീക്ക് ഹൈ എടുത്തിരിക്കുന്ന സ്റ്റോക്സുകൾ. ഓക്കെ, ഇത് തന്നെ നമ്മൾ ബെയറിഷ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് യൂസേഴ്സ് കാണാൻ സാധിക്കും. അതായത് വോളിയം ഷോക്കേഴ്സ്, 52 വീക്ക് ലോ, സ്റ്റോക്ക് മേക്കിംഗ് ന്യൂ ലോസ്, സ്റ്റോക്ക് ട്രേഡിങ് നിയർ ലോസ്. അതായത് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ക്വാർട്ടർ ലോയ്ക്കും 6 മന്ത് ലോയ്ക്കും തൊട്ട് മുകളിൽ ട്രേഡ് ചെയ്യുന്നത് ആ സ്റ്റോക്സുകളും കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ലോ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലോ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ് ഇത്തരം സ്റ്റോക്സുകൾ. അതിൽ ലോ ഡെലിവറി സ്റ്റോക്സിലൊക്കെയാണ് നമുക്ക് ബെയറിഷ് ട്രെൻഡിൽ കാണുന്നത്. പിന്നെ ലോങ് ടൈം ആണ് പിന്നെ അടുത്തത് വരുന്നത്. അപ്പോൾ ലോങ് ടൈമിൽ നമുക്ക് ബുള്ളിഷ് മാത്രം നോക്കിയാൽ മതി. ലോങ് ടൈം സ്വിങ്ങിലൊക്കെ നമുക്ക് ബുള്ളിഷ് നോക്കിയാൽ മതി. അവരുടെ പ്രൈസ് ആൻഡ് വോളിയം നോക്കാം. അപ്പോൾ പ്രൈസ് ആൻഡ് വോളിയത്തിൽ 6 മന്ത് ഹൈ എടുത്തിരിക്കുന്നത്, അതായത് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇന്ന് 6 മന്ത് ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 1 ഇയർ ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ, 3 ഇയർ ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ, 5 ഇയേഴ്സ് ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ, 10 ഇയേഴ്സ് ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് സ്കാനറാണ്. വളരെ എളുപ്പത്തിൽ തന്നെ മൾട്ടി ഇയറിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സ്റ്റോക്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡിംഗ് നിയർ ഹൈ. അപ്പോൾ ബ്രേക്ക് ഔട്ടിന് മുമ്പ് നമുക്ക് ആ സ്റ്റോക്സിൽ കിട്ടണമെങ്കിൽ ആ സ്റ്റോക്സുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ തൊട്ട് താഴെ 1 ഇയർ ഹൈക്ക് തൊട്ട് താഴെ ട്രേഡ് ചെയ്യുന്നതാണ്. ഇത് 3 ഇയേഴ്സ് ഹൈക്ക് താഴെ, ഇത് 5 ഇയേഴ്സ് ഹൈക്ക് താഴെ, 10 ഇയേഴ്സ് ഹൈക്ക് താഴെ. അപ്പോൾ നമ്മൾ 3 ഇയേഴ്സിൻ്റെ ഹൈക്ക് താഴെയുള്ള സ്റ്റോക്സുകൾ അല്ലെങ്കിൽ 5 ഇയേഴ്സ് താഴെയുള്ള സ്റ്റോക്സുകളൊക്കെ ആ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ് ട്രെൻഡ് പോകാറുണ്ട് റീടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടിന് തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേറെ സ്കാനറിനൊന്നും ആവശ്യമില്ല, ഇത് ലൈവായിട്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഓർഡറൊക്കെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് മെയിനായിട്ട് ഒരു അനാലിസിസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ലോങ് ടൈമിനൊക്കെ ആണെങ്കിലും ഈ ഒരു സ്കാനർ വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടാണ് നോക്കേണ്ടത്. അത് 3 ഇയേഴ്സ്, 5 ഇയേഴ്സ്, 10 ഇയേഴ്സ് ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ് ട്രെൻഡ് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫയേഴ്സ് ഡിസ്കവർ ആപ്ലിക്കേഷനിലെ മെയിൻ ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ഒരു ലോങ് ടൈം ട്രേഡർ ഒക്കെ ആണെങ്കിൽ ഈ ഒരു സ്കാനേഴ്സ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്കവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റ് വെബ്സൈറ്റുകളിൽ പെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫയേഴ്സിൽ ഒരു അക്കൗണ്ട് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.